ഹലോ, നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാം. നമുക്ക് 1,50,000 രൂപയുടെ ലോൺ എമൗണ്ട് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. യാതൊരു വിധത്തിലുള്ള ഇൻകം പ്രൂഫ് സബ്മിറ്റ് ചെയ്യാതെയാണ് നമുക്ക് ഈ ലോൺ എമൗണ്ട് അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ നമ്മൾ ജസ്റ്റ് സെൽഫ് എംപ്ലോയിഡ് സെക്ഷനിലാണ് നമുക്ക് ഈ പ്രീ അപ്രൂവ്ഡ് ആയിട്ടുള്ള 1,50,000 രൂപയുടെ ലോൺ എമൗണ്ട് കിട്ടിയിട്ടുള്ളത്. ഇതിൽ നമുക്ക് 25,000 തൊട്ട് 1,00,000 ഉള്ളിലുള്ള ഏത് എമൗണ്ട് ആച്ചാൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അതും ഒരു 2 ടൈപ്പ് ഓഫ് ടെന്യൂർസാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് 24 മാസത്തെയും ഒന്ന് 36 മാസത്തെയും ടെന്യൂർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 18% ഇൻട്രസ്റ്റിലാണ് ഇവരിത് നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ വീഡിയോ കാണുന്നത് വെച്ചാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. കാരണം ഇനിയും കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ എന്തെങ്കിലും നിങ്ങൾക്ക് EMI കാർഡ്സ് അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേ ലെറ്റർ, ക്രെഡിറ്റ് കാർഡ്സ് ഇവയിലൊക്കെ ലിമിറ്റ് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കാൻ നോക്കി നടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളത് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കി കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആപ്പിൻ്റെ പേര് DMI ഫൈനാൻസ് എന്നാണ്. ആപ്പ് ത്രൂ അല്ല ലോൺ അപ്ലൈ ചെയ്യേണ്ടത്, വെബ്സൈറ്റ് ത്രൂ ആണ്. ആപ്പിലാകെ ലോണിൻ്റെ ഡീറ്റെയിൽസ് മാത്രമേ കാണിക്കുള്ളൂ. അപ്പോൾ 16 വർഷമായിട്ട് ഈ ലോൺ സെക്ഷനിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു NBFC ആണ് DMI ഫൈനാൻസ്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റബിൾ ആണ്, വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല, RBI അപ്രൂവ്ഡ് ആണ്. പിന്നെ അതായത് ഒരുവിധ എല്ലാ ലോൺ ആപ്പുകളുടെയും മെയിൻ ലെൻഡറാണ് ഈ DMI ഫൈനാൻസ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കൂടുതൽ ആപ്പുകളിൽ നിന്നൊക്കെ ലോൺ എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ നമുക്ക് DMI ഫൈനാൻസിനാണെന്നോ അപ്രൂവൽ കിട്ടിയിട്ടുണ്ടാവുക. അതിനുശേഷം അത് കറക്റ്റായിട്ട് ക്ലോസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ DMI ഫൈനാൻസ് നമുക്കൊരു പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. 90% ലോൺ ആപ്സിൻ്റെയും മെയിൻ ലെൻഡറാണ് നമ്മുടെ DMI ഫൈനാൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നേ ലോൺ എടുത്ത് ക്ലോസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അപ്ലൈ എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ നമ്മുടെ ഈ DMI ഫൈനാൻസ് 10,000 തൊട്ട് 5 ലക്ഷം വരെയുള്ള ലോൺ എമൗണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ടെന്യൂർ 6 മാസം തൊട്ട് 60 മാസം വരെയാണ് സെലക്ട് ചെയ്യാൻ പറ്റുക. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ DMI ഫൈനാൻസിന് ഡയറക്റ്റാണ് നിങ്ങൾ അപ്ലൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 to 18% ഉള്ളിലായിരിക്കും ഇൻട്രസ്റ്റ് വരിക. അതല്ല തേർഡ് പാർട്ടി ആപ്സ് ത്രൂ, അതായത് ഇപ്പോൾ മണി വ്യൂ, അതുപോലെ ക്രെഡിറ്റ് ബി, ക്രെഡിറ്റ് ബി ത്രൂ ഒക്കെ നമ്മൾ DMI ഫൈനാൻസിന് അപ്ലൈ ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് വരിക അവിടെ 12 to 36% ഉള്ളിലായിരിക്കും. DMI ഫൈനാൻസിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മുടെ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഒരു OTP വൈസ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം അക്സെപ്റ്റ് അടിച്ചതിന് ശേഷം നമ്മൾ സാലറീഡ് ആണോ സെൽഫ് എംപ്ലോയിഡ് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൽ ഞാൻ സെൽഫ് എംപ്ലോയിഡ് ആണ് കൊടുത്തത്. സെൽഫ് എംപ്ലോയിഡ് കൊടുത്ത് നമ്മുടെ മന്ത്ലി ഇൻകം 25,000 മേലെ കൊടുക്കുക, അതാണ് മാത്രം ശ്രദ്ധിക്കാനുള്ളൂ. അതിനുശേഷം പിന്നെ ഓൺലൈൻ കൊടുക്കുക, പേയ്മെൻറ്റ് ക്യാഷ് ചെക്കൊന്നും കൊടുക്കരുത്. അതിനുശേഷം നമ്മുടെ പർപ്പസ് ചോദിക്കുന്നുണ്ട്. പർപ്പസ് മെഡിക്കൽ പർപ്പസ് ഒഴിച്ച് ബാക്കി എന്ത് പർപ്പസ് വെച്ചാൽ കൊടുക്കാം. അതിനുശേഷം സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അപ്രൂവൽ കിട്ടിയ എമൗണ്ട് കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്ത് എടുക്കാവുന്നതാണ്. വേറെ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഓൾറെഡി DMI ഫൈനാൻസിൽ എടുത്തവർക്കായിരിക്കും ഈ പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫേഴ്സ് കാണിക്കണം. ഓൾറെഡി DMI ഫൈനാൻസിന് എടുത്തതെന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഈ DMI ഫൈനാൻസിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ എടുക്കണമെന്നില്ല. നിങ്ങളിപ്പോൾ മണി ബിയിലോ ക്രെഡിറ്റ് ബിയിലോ അല്ലെങ്കിൽ ഒരുവിധം എല്ലാ ലോൺ ആപ്പുകളിലും എടുത്താലും മെയിൻ ലെൻഡറായിട്ട് DMI ഫൈനാൻസ് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ക്ലോസ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രീ അപ്രൂവ്ഡ് ലോൺ ഓഫേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് ത്രൂ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഉണ്ടോ ഇല്ലയെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇതിൽ ഞാൻ അധികം സ്റ്റെപ്പുകൾ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ അപ്രൂവ്ഡ് സെക്ഷനിലാണ് വന്ന് നിൽക്കണമെന്ന് വെച്ചാൽ ഇതിൽ താഴെ ഇൻട്രസ്റ്റ് കൊടുത്തതിന് ശേഷം കണ്ടിന്യൂ ആവുന്നതാണ്. അതിനുശേഷം ജസ്റ്റ് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാനുണ്ടാവും, ഓട്ടോ ഡെബിറ്റ് എനേബിൾ ചെയ്യാനുണ്ടാവും. അതിനുശേഷം നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് കയറുന്നതാണ്. വേറെ അധികം സ്റ്റെപ്പുകൾ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത്യാവശ്യമായിട്ട് ലോണൊക്കെ നോക്കി എടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ DMI ഫൈനാൻസിനെ പറ്റിയുള്ള നിങ്ങളുടെ റിവ്യൂ ഒന്നും മറക്കാതെ കമൻറ്റ് ചെയ്യുക.